എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എണസ്റ്റ് അക്കാഡമി. എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് കേരള PSC നോട്ടിഫിക്കേഷൻ നമ്പർ 279/2025 മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സോ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. ഇതിനോടകം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. സോ ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് കുറേയധികം സംശയങ്ങൾ വരുന്നുണ്ട് അല്ലെ. സോ എന്താണ് ഈ പറയുന്ന മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് അതിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, സോ അതുപോലെ തന്നെ അതിന്റെ ഫർദർ കരിയർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറേയധികം ചോദ്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സോ അതിനൊരു മറുപടിയായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ജോബ് പ്രൊഫൈലും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊമോഷൻ പാത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ എങ്ങനെയാണ് ആസ് എ മീറ്റർ റീഡർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ കാറ്റഗറി നമ്പർ 279/2025 ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 25,800 മുതൽ 59,300 എന്നുള്ള ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു രൂപയാണ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്നത്. സോ മീറ്റർ റീഡർ എന്ന് പറഞ്ഞ തസ്തിക നമ്മളുടെ പേരന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ആണ്. നിലവിൽ അത് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് എന്നുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ മുൻകാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന്റെ അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്വൈസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 143/2009 ആയിരുന്നു കാറ്റഗറി. നമ്മൾ 2019 ആ ഒരു എക്സാം വിളിച്ചിരുന്നത്. ആ എക്സാം നടന്നത് കോവിഡിന് ശേഷം 2022 ആ ഒരു എക്സാം നടന്നത്. കട്ട് ഓഫ് മാർക്ക് വെറും 63.67 ആയിരുന്നു അല്ലെ. അന്നത്തെ കാലത്ത് 63.67 ആണ്. സോ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് നമ്മൾ വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കരുത്. ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. കാര്യം അതനുസരിച്ചുള്ള കോമ്പറ്റീഷൻ ലെവൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു കോമ്പറ്റീഷനെ നമുക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മളുടെ എണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സോ മാക്സിമം മാർക്ക് അവിടെ വന്നിട്ടുള്ളത് 97 മാർക്കാണ് ടെസ്റ്റിൽ വന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഉൾപ്പെടെ അവിടെ അഡ്വൈസ് പോയിരുന്നു. 94 ടോട്ടൽ അഡ്വൈസ് ആ ഒരു കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ലിസ്റ്റ് ക്യാൻസൽ കാലാവധി കഴിഞ്ഞു. ആ ഒരു ലിസ്റ്റിൽ നിന്നും പോയത് 94 അഡ്വൈസ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ മെയിൻ ലിസ്റ്റ് എത്രയായിരുന്നു? 299 ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ 299 നിന്നും 94 അഡ്വൈസോളം ആ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ആന്റിസിപ്പേറ്റഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് നമുക്ക് കൂടുതൽ വേക്കൻസീസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വരും കാലങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് അതിന്റെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC ഓർ ഇക്വലന്റ്, അതുപോലെ തന്നെ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെ, NCVT നൽകുന്ന എന്താണ് സർട്ടിഫിക്കേഷൻ വേണം. അത് ഏതിലാണ്? ട്രേഡ് പ്ലംബറിലാണ് വേണ്ടത് അല്ലെ. സോ ഇത്തരത്തിൽ ഒരു വർഷത്തെ കോഴ്സാണ് പ്ലംബർ കോഴ്സ്. ആ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെ, നമുക്ക് ആ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ITA ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾക്കറിയാം നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ITA പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ എക്സാമിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ അല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ മൊഡ്യൂളുകൾ ഇത്തരത്തിൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളുകളായി തിരിച്ച് ആ മൊഡ്യൂളിൽ ആ ഒരു രീതിയിൽ തന്നെ, അതായത് ആ ഒരു ഓർഡറിൽ തന്നെ, ആ ഒരു മൊഡ്യൂൾ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓരോ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകൾ ഒക്കെ നമ്മളുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ
നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ നമുക്ക് ഉയർന്ന റാങ്കുകൾ തന്നെ നേടാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിൽ ജോബ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ജോബിന്റെ ഒരു പ്രൊഫൈൽ എന്താണ്, ആ ഒരു ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് അവിടെ അതായത് കൺസംഷൻ ഉണ്ടാകും, വെള്ളത്തിന്റെ കൺസംഷൻ ഉണ്ടാകും. സോ ആ ഒരു കൺസംഷൻ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള ബില്ല് നൽകുക എന്നുള്ളതാണ് അല്ലെ. സോ ഇത്തരത്തിൽ കൺസ്യൂമറിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മീറ്റർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, കൺസ്യൂമറിനെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് 2 മാസം കൂടുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സും ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു മാസം ഏകദേശം ഒരു 720 മിനിമം ഒരു 720 റീഡിംഗ് എങ്കിലും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ ഇത്തരത്തിൽ വിസിറ്റ് കസ്റ്റമേഴ്സ് പ്രിമൈസസ് റെഗുലർലി ടു റെക്കോർഡ് വാട്ടർ മീറ്റർ റീഡിംഗ് അല്ലെ. റെഗുലർ ആയിട്ട് 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്ന എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ ആ ഓരോ 2 മാസം കൂടുമ്പോഴും അവിടെ നമ്മൾ റീസെന്റ് അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറെ അല്ലെങ്കിൽ കസ്റ്റമറെ നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മീറ്റർ കൺസ്യൂമറിന്റെ ആ ഒരു നമ്പറിലുള്ള മീറ്റർ റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻഷുർ ആക്യുറസി ഓഫ് റീഡിംഗ് ആൻഡ് ഐഡന്റിഫൈ ഇഷ്യൂ ലൈക്ക് ടാമ്പറിംഗ് ഓർ ഫോൾട്ടി മീറ്റർ അല്ലെ. അവിടെ ചെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആസ് എ മീറ്റർ റീഡർ, നമ്മളൊരു മീറ്റർ റീഡർ ആയതുകൊണ്ട് തന്നെ ആ മീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ടാമ്പറിങ്ങോ അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്നും അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഭാഗത്തു നിന്നും നമ്മൾ ആ ഒരു മീറ്ററിൽ നിന്നും മീറ്ററിലേക്ക് മറ്റു തരത്തിലുള്ള ടാമ്പറിംഗ് വർക്കുകളോ അല്ലെങ്കിൽ മീറ്റർ സ്വാഭാവികമായിട്ടും കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ കേടാകുകയാണെന്നുണ്ടെങ്കിൽ കേടായിട്ടിരിക്കുന്ന മീറ്ററിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ മീറ്റർ റീഡിംഗ് എടുക്കാൻ വേണ്ടി ഒരു കൺസ്യൂമറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടെ നമ്മൾ ആ ഒരു മീറ്റർ റീഡ് ചെയ്യുന്നു. അപ്പോൾ ആ റീഡിങ്ങിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റീഡിംഗ് അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സോ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കൺസേൺ ആയിട്ടുള്ള മേലധികാരിയെ നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഒരു ജോലി തന്നെയാണ്. സോ അതുപോലെ തന്നെ മീറ്റ് ഡെയിലി ഓർ മന്ത്ലി മീറ്റർ റീഡിംഗ് ടാർഗറ്റ് ബേസ്ഡ് ഓൺ ദ ഏരിയ. ഇത്തരത്തിൽ ഓരോ ഏരിയയിലും ഓരോ ടാർഗറ്റ്, ഇത്തരത്തിൽ മന്ത്ലി ടാർഗറ്റ് 720 എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ടാർഗറ്റുകൾ ഉണ്ടാകും. സോ ആ ടാർഗറ്റുകൾ നമ്മൾ എന്താണ് 2 മാസത്തില് അല്ലെങ്കിൽ മാസത്തില് 720 എന്നുള്ളത് അല്ലെങ്കിൽ അത് 820, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ടാർഗറ്റുകൾ മന്ത്ലി നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ജോലിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ റെക്കോർഡ് ആൻഡ് സബ്മിറ്റ് മീറ്റർ റീഡിംഗ് ടു ദ ബില്ലിംഗ് ഓഫീസ് അല്ലെ. അതായത് കൺസേൺ ആയിട്ടുള്ള ബില്ലിംഗ് ഓഫീസിലേക്ക് ആ പറയുന്ന റൂട്ട് ഉണ്ടാകും, ഓരോ റൂട്ടുകളായിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. സോ ആ റൂട്ടുകളിലുള്ള മീറ്റർ റീഡിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് നമ്മളുടെ ബില്ലിംഗ് ഓഫീസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ റീഡിംഗ് എടുക്കുക മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ അതോറിറ്റിയും അതുപോലെ തന്നെ കൺസ്യൂമറിനും ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമ്മളിലൂടെ ആയിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നമ്മൾ മേലധികാരിയിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന ഓഫീസുകളിലേക്കോ നമ്മൾ അറിയിക്കുന്നുണ്ടാവുക. ചില ഭാഗങ്ങളിൽ വെള്ളത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഭാഗത്ത് പ്രഷറിലുള്ള വേരിയേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ് എങ്ങനെയാണ്. അപ്പോൾ അത് പ്രദേശവാസികളിൽ നിന്നും അല്ലെങ്കിൽ കൺസ്യൂമറിൽ നിന്നും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു ജോലിയിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. സോ അത്തരത്തിൽ വളരെ റെഗുലർ ആയിട്ട് തന്നെ കൺസ്യൂമറുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. സോ ആ ഒരു രീതിയിൽ നമ്മൾ കൺസ്യൂമറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ആക്ട് ലൈക്ക് എ ലിങ്ക് ബിറ്റ്വീൻ കേരള വാട്ടർ അതോറിറ്റി ആൻഡ് കൺസ്യൂമർ ബൈ ഹാൻഡ്ലിംഗ് ഇന്ററാക്ഷൻസ്, ഗ്രീവൻസസ് ആൻഡ് റിപ്പോർട്ട് അല്ലെ. ഇത്തരത്തിൽ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫോളോ അസൈൻഡ് റൂട്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് യൂസിങ് ഡിജിറ്റൽ ഡിവൈസസ് ഓർ ആപ്സ് വെൻ ആപ്ലിക്കബിൾ. അപ്പോൾ ഇത്തരത്തിൽ റീസെന്റ് ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് പാംസ് അല്ലെങ്കിൽ പാം ഹെൽഡ് മീറ്റേഴ്സുകൾക്ക്, ഇത്തരത്തിൽ പാം ഹെൽഡ് മീറ്ററുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഓഫീസുകളിലൊന്നും ആയിട്ടില്ല എങ്കിൽ തന്നെയും അത്തരത്തിൽ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി റീഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ. ഒരു ട്രാൻസിഷൻ പീരീഡ് തന്നെയാണ് നിലവിൽ അവിടെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ റീഡർ എന്ന് പറയുന്ന ഒരു തസ്തിക അത്ര ചെറിയ തസ്തികയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു തസ്തിക തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ഇത്തരത്തിൽ ആസ്വദിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോബ് തന്നെയാണ് അല്ലെ. അപ്പോ നമ്മളുടെ നിലവിലുള്ള
ഒരു അവസരം നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. സോ അത്തരത്തിലാണ് അതൊരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമതായിട്ടുള്ള ഒരു സംശയം പ്രധാനമായിട്ടും എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കരിയർ എങ്ങനെയാണ് എന്നുള്ളൊരു സംശയം പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു തസ്തികയാണ് മീറ്റർ റീഡർ എന്ന് പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് മീറ്റർ ഇൻസ്പെക്ടർ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള പ്രൊമോഷനാണ് ഉണ്ടാവുക. സോ നെക്സ്റ്റ് അത് പ്രൊമോഷൻ സ്റ്റേജ് ആണ്. സോ അത്തരത്തിൽ മീറ്റർ MI എന്നുള്ള രീതിയിൽ മീറ്റർ ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലാണ് അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ ഒരു കരിയർ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മീറ്റർ റീഡറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ കുറച്ച് സംശയങ്ങൾ വന്നിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ നമ്മളുടെ മീറ്റർ റീഡറുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ് ഇപ്പോൾ നിലവിൽ റണ്ണിങ് ആണ്. സോ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഇനിയും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആ കാര്യം നമ്മളുടെ മുന്നിൽ വളരെ വലിയൊരു അവസരമാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇത്തരത്തിൽ മീറ്റർ റീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാര്യം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെഷൻസുകൾ നമ്മൾ ഇത്തരത്തിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മോഡ്യൂൾസുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ലൈബ്രറീസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് സെഷൻസുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നമ്മളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കോട് കൂടി ജോലിയിൽ പ്രവേശിക്കുന്ന രീതിയിൽ നമുക്ക് പഠിച്ച് നേടേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ ഒരു എക്സാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് ഇടം നേടി ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.